അമർനാഥ് ദർശനത്തിനുള്ള ആദ്യ സംഘം ജമ്മുകശ്മീരിലെ ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. 5892 ഭക്തരാണ് ആദ്യ സംഘത്തിലുള്ളത്. ഭീകരാക്രമണങ്ങൾ മുന്നിൽ കണ്ട അതീവ സുരക്ഷയാണ് യാത്രയിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. എസ് നന്ദഗോപൻ ചേർന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു, അതിന്റെ വിലയിരുത്തലുകളും നടന്നിരുന്നു. ഇപ്പോൾ ആദ്യ സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ജമ്മു കാശ്മീരിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്നുമാണ് ഇപ്പോൾ ആദ്യ സംഘം പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരടക്കം 5892 ഭക്തരാണ് ആദ്യ സംഘത്തിലുള്ളത്. 100 കിലോമീറ്ററോളം ശ്രീനഗറിൽ നിന്നും റോഡ് മാർഗം അതീവ സുരക്ഷയായിട്ടാണ് ഈ തീർത്ഥാടകരുടെ യാത്ര പോകുന്നത്. നിരവധി കോൺവേ സംഘങ്ങൾ ഇവരോടൊപ്പം ഉണ്ടാകും. സായുധധാരികളായ CRPF ഭടന്മാരുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും അകമ്പടിയോട് കൂടിയാണ് ആ യാത്ര നടക്കുന്നത്. പിന്നീട് 14 കിലോമീറ്റർ ചെങ്കുത്തായിട്ടുള്ള മലകൾ താണ്ടി പരമ്പരാഗത പാതയിലൂടെ വേണം ഈ അമർനാഥ് ദർശനം സാധ്യമാക്കാൻ എന്നുള്ളത്. ഏതാണ്ട് 10 മുതൽ 14 ദിവസമെടുക്കും ഈ അമർനാഥ് ദർശനത്തിന്. 13 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള അപേക്ഷകരിൽ നിന്നും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് എന്ന് കണ്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ അമർനാഥ് ദർശനത്തിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 വരെയാണ് അമർനാഥ് തീർത്ഥാടനം നീണ്ടു നിൽക്കുക. വീണ, ഓക്കെ, ശരി നന്ദൻ.